JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ മാസം, അതായത് ഈ മാർച്ച് മാസം 29-ാം തീയതി രാത്രി 10:39 ശനിയുടെ രാശിമാറ്റം സംഭവിക്കും. അപ്പോൾ ശനി ഈ രാശി മാറുമ്പോൾ ഈ 12 രാശിക്കാരിൽ കുറേ രാശിക്കാർക്ക് നല്ല ഫലങ്ങളും ഇപ്പോൾ നല്ല ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ രാശിക്കാർക്ക് മോശമായ ഫലങ്ങളും ഉണ്ടാകും. അപ്പോൾ ശനിയുടെ രാശിമാറ്റത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഓരോ രാശിക്കാരെ സംബന്ധിച്ച് പല വീഡിയോയും നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ 12 രാശിക്കാരിൽ ആർക്കൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് അത് നല്ല ഫലവും അതുപോലെ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഏത് രാശിക്കാർക്ക് മോശഫലവും ഉണ്ടാക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പങ്കുവയ്ക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2025 മാർച്ച് മാസം 29-ാം തീയതി ശനിയുടെ രാശിമാറ്റം മൂലം ദോഷം അനുഭവിക്കുന്ന രാശിക്കാർ ഉണ്ടാകുമല്ലോ, അതുപോലെ നക്ഷത്രക്കാർ. അവർ ഈ ദോഷപരിഹാരമായിട്ട് എന്തൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്നതും കൂടി ഇതിനകത്തിൽ ഞാനൊന്ന് പറയാം. കാരണം നമ്മൾ ഒരുപാട് വഴിപാടോ പൂജയോ കാശോ മുടക്കുന്നതുകൊണ്ടൊന്നും ഈ പറയുന്ന ദോഷഫലങ്ങൾക്കൊന്നും വലിയ കുറവൊന്നും വരത്തില്ല. അപ്പോൾ കുറവ് വരണമെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ അത് പാകമായി വരണം. അതിന് ഭക്തി വേണം, വിശ്വാസം വേണം, ചില ആചാരങ്ങൾ വേണം, അതിനുള്ള തയ്യാറെടുപ്പ് വേണം. ഇതൊക്കെ ഉണ്ടെന്ന് വരികിൽ നമുക്കിതിനെ എല്ലാം അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ജാതകത്തിൽ ശനി നല്ല ഭാവത്തിൽ, പ്രത്യേകിച്ച് 3, 6, 11 ഭാവങ്ങളിലായിട്ട് വ്യാഴത്തിൻ്റെ രാശിയായ ധനു മീനൻ രാശിയിലോ അല്ലെങ്കിൽ ശനിയുടെ രാശിയായ മകരം കുംഭൻ രാശിയിലോ അതല്ല ഉച്ചരാശിയായ തുലാൻ രാശിയിലോ ഒക്കെ നിൽക്കുന്നവരാണ്. അങ്ങനെ നിൽക്കുന്നത് 3, 6, 11 ഭാവങ്ങളിലൊക്കെ ബലവാന്മാരായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിമാറ്റം മൂലം ദോഷമായിട്ട് ചാരവശാൽ പറഞ്ഞാലും ദോഷ അനുഭവങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. മറിച്ച് ശനി മോശക്കാരനാണ്, ജാതകത്തിൽ നമുക്ക് മോശമാണെങ്കിൽ അത് ചാരവശാലുള്ള ഫലത്തിൽ നമുക്ക് മോശമായിട്ടാണ് പറയുന്നതെങ്കിൽ ആ മോശ അനുഭവം തന്നെ ഉണ്ടാകും. അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ശനിയുടെ സ്ഥിതി അനുസരിച്ചാണ് ഇതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ മനുഷ്യരും ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടുന്നത്. ശനി കുംഭൻ രാശിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്ക് മാറുകയാണ്. 2.5 വർഷക്കാലം മീനൻ രാശിയിലായിരിക്കും സഞ്ചരിക്കുക. ഈ രാശി മാറ്റത്തിൽ ശനി നല്ല ഭാവത്തിൽ നിന്നവർക്ക് അതിന് മാറ്റം വന്ന് മോശമാകാം. അതുപോലെ അഷ്ടമശനിയോ 7-2 ശനിയോ ആയിട്ട് ദുരിതം അനുഭവിച്ചവർക്ക് അതിൽ നിന്ന് മോചനവും ഉണ്ടാകാം. മോചനം ഉണ്ടായി നല്ല ഫലങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നും വരാം. ശനി കഴിഞ്ഞ 2.5 വർഷം മൂലക്ഷേത്രമായ കുംഭത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനിയുടെ ഇഷ്ടഭാവസ്ഥിതി മൂലം ശനിയുടെ അനുഗ്രഹത്തോടെ നല്ല കുറേ അനുഭവങ്ങൾ ലഭിച്ചവർ ഉണ്ടാകും. അതൊക്കെ ഇനിയും വരുന്ന രാശിമാറ്റത്തിൽ പലർക്കും നഷ്ടപ്പെടാനും, അതുപോലെ ശനിയുടെ ദുരിതം പല വിധത്തിൽ അനുഭവിച്ചവർക്ക് കഷ്ടതയും ദുരിതവും മാറി ഒരു നല്ല ജീവിതത്തിന് വഴിയൊരുങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ ശനി നമ്മളെ സഹായിക്കും. ചാരവശാൽ ശനിയുടെ ഫലം എന്തു തന്നെ ആയാലും ജാതകത്തിൽ ശനി നിൽക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് തന്നെയായിരിക്കും ചാരവശാലുള്ള ഫലത്തിൽ അനുഭവപ്പെടുക. 3, 6, 11 ഭാവങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഈ കണ്ടകശനിയോ 7-2 ശനിയോ അഷ്ടമശനിയോ ഏത് ശനി ആയാലും വലിയ ദോഷമൊന്നും ചെയ്യില്ല. ഗുണം അത്ര മെച്ചമായിട്ടൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ദോഷഫലങ്ങൾ കുറവായിരിക്കും. ശനിയെ സംബന്ധിക്കുന്ന പല വീഡിയോയും നേരത്തെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അത് കൂടി കാണുന്നത് നല്ലതായിരിക്കും. കാരണം ഓരോ രാശിക്കാരെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഓരോ വീഡിയോ ചെയ്തിട്ടുള്ളത് നേരത്തെ. ഈ വീഡിയോ ജാതകവും ഗോചരഫലവും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ 3, 6, 11 ഭാവത്തിൽ ധനു രാശിയിലോ മീനൻ രാശിയിലോ, അത് വ്യാഴത്തിൻ്റെ രാശിയാണ്. അതുപോലെ തന്നെ മകരം കുംഭൻ രാശി അത് ശനിയുടെ തന്നെ രാശിയാണ്. തുലാൻ രാശി ശനിയുടെ ഉച്ചരാശിയാണ്. ഇങ്ങനെയൊക്കെയുള്ള രാശിയിൽ ഈ പറഞ്ഞതുപോലെ 3, 6, 11 ഭാവത്തിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശനി വലിയ ദോഷമൊന്നും, അഷ്ടമശനി ആയാലും കണ്ടകശനി ആയാലും ഏത് ശനി ആയാലും വലിയ ദോഷമൊന്നും ഈ സമയത്ത് ചെയ്യത്തില്ല. ഒരുപാട് വലിയ ഗുണമൊന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓരോ രാശിക്കാരുടെയും സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ സാവധാനത്തിൽ പോകുന്നു. ശനൈ ശരതി എന്നൊക്കെ പറയും. അതായത് സാവധാനം നീങ്ങുന്നവൻ. സാവധാനമൊന്നുമല്ല ശനി നീങ്ങുന്നത്, 30 വർഷം എടുക്കുന്നത് സൂര്യനുമായിട്ടുള്ള അകലം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ദീർഘകാലം, അതായത് സാധാരണഗതിയിൽ വ്യാഴം 12 വർഷം കൊണ്ടൊരു സൂര്യനെ ഒരു പ്രദക്ഷിണം ചെയ്യുമ്പോൾ ശനിക്ക് 30 വർഷം എടുക്കുന്നത് കൊണ്ടാണ് പറയുന്നത് ശനി മന്ദനാണ്, മന്ദഗതിക്കാരനാണ് എന്നൊക്കെ. സഞ്ചാരത്തിൽ
അത്ര വലിയ വേഗക്കുറവൊന്നുമില്ല. ദൂരമാണ് ഈ 30 വർഷം എടുക്കാൻ കാരണം. പൊതുവായിട്ട് പറയുമ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ 1-ാം പാദമാണല്ലോ മേടൻ രാശിക്കാർ. 2.5 വർഷക്കാലം മേടൻ രാശിക്കാർക്ക് 11-ാം ഭാവത്തിൽ സഞ്ചരിച്ച് നല്ല കുറേ ഫലങ്ങൾ. 11-ാം ഭാവം എന്ന് പറയുന്ന ആഗമന സ്ഥാനം, അതായത് നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നത്. അപ്പോൾ 11-ൽ ശനി വരുമ്പോൾ ഏതെല്ലാം തരത്തിൽ പല വിധത്തിൽ നമുക്ക് അനുകൂലമായിട്ട് നിന്ന് ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്ത 11-ാം ഭാവം തീരാൻ പോവുകയാണ്. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അശ്വതി ഭരണി കാർത്തികക്കാർക്ക് 11-ലെ ശനി മാറി 12-ാം ഭാവത്തിലേക്ക് മാറുകയാണ് മാർച്ച് മാസം 29-ാം തീയതി രാത്രി. അപ്പോൾ അതുകൊണ്ട് മാർച്ച് 30 മുതൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴരാണ്ട ശനി തുടങ്ങുകയാണ്. അങ്ങനെ ഏഴരാണ്ട ശനി തുടങ്ങുമ്പോൾ ഈ മേടൻ രാശിക്കാരുടെ ജാതകത്തിൽ ശനി ബലവാനല്ല എങ്കിൽ ഏഴരാണ്ടം ശനിയുടെ ദോഷഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണ് സൂചിപ്പിക്കാൻ കാര്യം. ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി മകയിരത്തിൻ്റെ 1, 2 പാദങ്ങളിൽ ചേരുന്നതാണല്ലോ ഇടവൻ രാശിക്കാർ. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 2.5 വർഷക്കാലം ശനി 10-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 10-ാം ഭാവം എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനം. കർമ്മസ്ഥാനം എന്ന് തൊഴിൽപരമായ കാര്യം, അതിന് ബിസിനസ് ആയിക്കോട്ടെ, സ്വന്തം തൊഴിലായിക്കോട്ടെ, ഏതെങ്കിലും പ്രൈവറ്റ് ജോബ് ആയിക്കോട്ടെ, സർക്കാർ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ ജോലി ആയിക്കോട്ടെ, ഏത് തരത്തിലായാലും 10-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ തൊഴിൽ സംബന്ധമായി കർമ്മരംഗത്ത് വലിയ ഉയർച്ചയും അതുപോലെ തന്നെ ഒരുപാട് പ്രയോജനവും ഒന്നും ഉണ്ടാകത്തില്ല. ഒരു മന്ദഗതിയിൽ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ പോകും. കാരണം എന്ന് പറയുമ്പോൾ ശനി അലസനും മടിയനും ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളും വരും. അതുപോലെ തന്നെ ഒരുപാട് പ്രയോജനം ഉണ്ടാകും എന്ന് വിചാരിച്ചവർക്കൊക്കെ പ്രയോജനം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇടവൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇനിയും അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അത് 11-ാം ഭാവത്തിലേക്ക് 2.5 വർഷക്കാലം വരികയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവത്തിലേക്ക് ശനി വരുമ്പോൾ അത് ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടാകും. നാനാ വഴിയിലൂടെയും അവർക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന പല തരത്തിലുള്ള പ്രയോജനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരും. ഇങ്ങനെ വരും എന്ന് ഞാൻ പറഞ്ഞത്, വരണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ശനി അനുകൂലമായി ബലവാനായി നിൽക്കണം. അത് അങ്ങനെ അല്ല എങ്കിൽ ദോഷഫലമൊന്നും ഉണ്ടാകത്തില്ല, ഗുണഫലം ഈ പറഞ്ഞതുപോലെയൊന്നും ആയിരിക്കത്തില്ല. കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. ഒരുപാടൊന്നും ഉയർച്ച ഉണ്ടാകത്തില്ല. ജാതകത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഗ്രാമത്തിൻ്റെയും പുരത്തിൻ്റെയും ദേശത്തിൻ്റെയും അധിപനാകും എന്നൊക്കെയാണ് ശനിയെക്കുറിച്ച് പറയുന്നത്. ശശയോഗം എന്ന് പറയുന്നത് തന്നെ ശനിയെ സംബന്ധിച്ച് പഞ്ചമഹാപുരുഷ യോഗത്തിലൊക്കെ പറയുന്നത്. അത് കേന്ദ്രഭാവത്തിൽ ബലവാനായിട്ടൊക്കെ വരും. 11-ാം ഭാവവും ആഗമന സ്ഥാനമാണ്. ആ ആഗമന സ്ഥാനം ആയതുകൊണ്ട് തന്നെ പലതരത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ച ഉണ്ടാകും. ഇനി മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുനം എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങളാണ് മിഥുന രാശിക്കൂറുകാർ. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ 9-ാം ഭാവത്തിലാണ് ശനി നിന്നത്. ഇവിടെ 9-ാം ഭാവത്തിൽ 9-ാം ഭാവാധിപൻ തന്നെ 9-ാം ഭാവത്തിൽ നിന്നു, അത് മൂലക്ഷേത്രമായി നിലനിന്നു എന്നതുകൊണ്ട് ശനിയെ സംബന്ധിച്ച് കുറച്ച് ഗുണങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി കാണും. ഒരുപാട് ഗുണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം 9-ാം ഭാവാധിപൻ 9-ൽ തന്നെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഗുണം. അതുപോലെ മിഥുന ലഗ്നക്കാർക്കും ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും. ചെറിയ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടാകും, ഒരുപാട് ദോഷമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ ഇനി അവരെ സംബന്ധിച്ച് പറയുമ്പോൾ മിഥുനൻ രാശിക്കാർക്ക് കണ്ടകശനിയാണ്. 10-ാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത്. 10-ാം ഭാവത്തിലേക്ക് ശനി വരുമ്പോൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായ പല വിഷയങ്ങൾ വരാം. ഒരു പക്ഷേ ജോലി മാറാം, അല്ലെങ്കിൽ ജോലി വേണ്ടാന്ന് വയ്ക്കാം, ജോലിയിൽ എന്തെങ്കിലും പണിഷ്മെൻറ്റ് വരാം, ജോലിയിൽ നഷ്ടം സംഭവിക്കാം. അങ്ങനെ തൊഴിൽപരമായ ഏതെങ്കിലുമൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം വരും. ശ്രദ്ധിക്കണം. അത് ജാതകത്തിൽ ശനി ദോഷവാനായി അല്ലെങ്കിൽ വലിയ ഗുണവാനായിട്ടല്ല നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ തൊഴിൽപരമായ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കണം. ആ തൊഴിൽ മാത്രമല്ല, കർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതാണ്. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും കർമ്മഫലം തരുന്ന. അത് കുറെ കൂടെ ശ്രദ്ധിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. ഇനി കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ, അതായത് പുണർദത്തിൻ്റെ 4-ാം പാദം പൂയം ആയില്യം, ഇതാണല്ലോ കർക്കിടകൻ രാശിക്കാർ. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് അഷ്ടമഭാവത്തിലായിരുന്നു, 8-ാം ഭാവത്തിലായിരുന്നു. അഷ്ടമത്തിലെ ശനി എന്ന് പറയുമ്പോൾ അഷ്ടമാധിപൻ തന്നെയാണ് അഷ്ടമത്തിൽ നിന്നത്. എന്നാലും ആരോഗ്യ സംബന്ധമായിട്ട് ചില വിഷയങ്ങളൊക്കെ വരാം. അതുപോലെ തന്നെ പൊതുവെ സുഖകരമല്ലാത്ത ഒരവസ്ഥയിൽ 2.5 വർഷക്കാലം ശനിയുടെ അതായ പ്രശ്നങ്ങൾ ഇവർ പലതരത്തിൽ അനുഭവിച്ചു കാണും. അത്തരത്തിലൊക്കെ ഉള്ള അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ
9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്ക് വരിക. ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോഴും ശനി 9ാം ഭാവത്തിൽ വരുമ്പം അതിന് വലിയ മെച്ചമൊന്നും വരത്തില്ല. 9ാം ഭാവം എന്ന് പറയുമ്പോൾ സർക്കാർ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്കൊക്കെ പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ പരിമിതികളോ അല്ലെങ്കിൽ അകൽച്ചയോ എന്തെങ്കിലുമൊക്കെ മാനസികമായ പ്രയാസങ്ങളോ ഒക്കെ വരാം. അതാണ് സ്വാഭാവികമായിട്ട് പറയാനുള്ളത്. പിന്നെ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ 1ാം പാദം ഇതാണല്ലോ. അവർക്ക് 7ലെ ശനിയായിരുന്നു 2.5 വർഷക്കാലം. ഈ 2.5 വർഷക്കാലം 7ലെ ശനി വരിക എന്ന് പറയുമ്പോൾ മാർഗസ്ഥാനത്താണ് ശനി. പല പ്രതിസന്ധികളും തടസ്സങ്ങളും എല്ലാം അവരെ അഭിമുഖീകരിച്ചാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളും കുടുംബപരമായ വിഷയങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചില മനോവിഷമങ്ങൾ ഉണ്ടായി കാണും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ 2.5 വർഷക്കാലത്തിനിടയ്ക്ക് ആരോഗ്യ പ്രശ്നം വരിക, മാനസിക പ്രയാസവും വിഷമവും ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ അകന്നു നിൽക്കേണ്ടി വരിക, മറ്റേതെങ്കിലും വിഷയങ്ങൾ വരിക. ഇതെല്ലാം തന്നെ അനുഭവിച്ച് ചെയ്യുന്നതല്ല, എന്ത് നല്ല കാര്യം ചെയ്താലും അതിനൊന്നും അംഗീകാരം കിട്ടാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറി അഷ്ടമത്തിലേക്കാണ് ശനി സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിലെ ശനി സഞ്ചരിക്കുമ്പോൾ അതും അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകത്തില്ല. അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്ന ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനായ ഇഷ്ടഭാവത്തിലല്ല എങ്കിൽ അത് ദോഷമായിരിക്കും. അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. കാരണം ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളൊക്കെ വരാം. അതുപോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിന്നു പോകാനോ അല്ലെങ്കിൽ തടസ്സം വരാനോ ഒക്കെയുള്ള സാഹചര്യം വരാം. കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ 2, 3, 4 പാദം, അത്തം ചിത്തിരയുടെ 1, 2 പാദക്കാരാണ് കന്നിരാശിക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി ഇഷ്ടഭാവത്തിലായിരുന്നു. കാരണം 6ാം ഭാവമാണ്. 6ാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ ശത്രുക്കളില്ലാതെ വരിക, രോഗം അവസ്ഥയിലൊക്കെ നിന്നവർ രോഗം മാറി ആരോഗ്യപരമായിട്ട് നല്ല ഒരു ഉയർച്ചയിലേക്ക് വരിക. അത് സാമ്പത്തികമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും ഏത് രീതിയിലായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2.5 വർഷക്കാലം 6ാം ഭാവത്തിൽ ശനി ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്തു കാണും. അങ്ങനെ ഗുണം ചെയ്ത് കാണും എന്ന് പറയുമ്പോൾ അങ്ങനെ ഗുണം ലഭിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ശനി നല്ല ഭാവത്തിൽ ബലവാനായിട്ടായിരിക്കും നിന്നത്. മോശമായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 6ാം ഭാവത്തിൽ സഞ്ചരിച്ച 2.5 വർഷക്കാലം വലിയ ഗുണമൊന്നും ഉണ്ടായി കാണത്തില്ല, എന്നാൽ വലിയ ദോഷവും ഉണ്ടായി കാണത്തില്ല. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനിയും കന്നിരാശിക്കാർക്ക് 7ാം ഭാവത്തിലേക്കാണ് 2.5 വർഷക്കാലം ശനി സഞ്ചരിക്കാൻ പോകുന്നത്. അത് മാർഗസ്ഥാനമാണ്. മാർഗസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഏത് വഴിയിലൂടെ വേണം എന്നതിനെ സംബന്ധിച്ച് ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യണം. കാരണം അപാകതകൾ പലതും സംഭവിക്കാം. അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ചില കല്ലുകടികളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ് എന്ന് വിചാരിച്ച് ചെയ്യുന്നതിനും നല്ല ഫലമൊന്നും കിട്ടണമെന്നില്ല. ഈ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജാതകത്തിൽ ശനി മോശവാനാണ് അല്ലെങ്കിൽ ബലവാനായിട്ട് ഇഷ്ടഭാവത്തിലല്ല നിൽക്കുന്നത് എങ്കിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന 2.5 വർഷം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിത്തിരയുടെ 3, 4 പാദങ്ങളെ ചോതി വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളിൽ ചേരുന്നതാണ് തുലാം രാശിക്കാർ. തുലാം രാശിക്കാർക്ക് 5ാം ഭാവത്തിലാണ് 2.5 വർഷക്കാലം ശനി സഞ്ചരിച്ച് പോയത്. അപ്പോൾ ഈ 2.5 വർഷക്കാലം 5ാം ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ 5ാം ഭാവം സന്താനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതുപോലെ മനസ്സിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അവരെ സംബന്ധിക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസം, ജോലി, ഇങ്ങനെയൊക്കെയുള്ള സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം, ജോലി, ഉപരിപഠനം ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ചില മനപ്രയാസങ്ങളും അതുപോലെ അപ്രതീക്ഷിതമായി ഇവർക്ക് ചിലപ്പോൾ നാട് വിട്ടു പോകേണ്ട സാഹചര്യങ്ങളോ അല്ലെ അന്യദേശത്ത് പോകേണ്ട സാഹചര്യങ്ങളോ ഒക്കെ വന്ന് കാണാം. അതുപോലെ നാട്ടിൽ തന്നെ നിൽക്കും എന്നുള്ള ഒരു വിചാരം ഉള്ളവർക്കും ചിലപ്പോൾ നിൽക്കാതെ വരാം. വിദേശത്ത് പോകണമെന്ന് വിചാരിച്ചവർക്ക് ചിലപ്പോൾ പോകാതിരിക്കാനുള്ള സാഹചര്യം വരാം. മാനസികമായിട്ട് ചില പ്രശ്നങ്ങളും ചില വിഷമതകളും ഒക്കെ വരാം. അതുപോലെ തന്നെ 5ാം ഭാവം സന്താനങ്ങൾ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ, ചികിത്സയായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ മുന്നോട്ട് പോയാലും അതിനൊരു നല്ല ഒരു ഫലം കിട്ടാതിരുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കാം ഈ തുലാം രാശിക്കാർക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം. ഇനിയും അവരെ സംബന്ധിച്ചിടത്തോളം ശനി 6ാം ഭാവത്തിലേക്ക്, 5ാം ഭാവത്തിൽ നിന്ന് 6ാം ഭാവമായി മീനൻ രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുമ്പോൾ അത് ഒരുപാട് മെച്ചം അവരുടെ ജീവിതത്തിലുണ്ടാകും. രോഗദുരിതങ്ങളും ആരോഗ്യ അവസ്ഥയും ഒക്കെ മോശമായിട്ടുള്ളവർക്ക് ഇതെല്ലാം മാറി ഒരു നല്ല രീതി വരും. അതുപോലെ ശത്രുതാപരമായി അകന്നു നിന്നവരൊക്കെ മാറും. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും. അങ്ങനെ പല കാര്യത്തിലും മെച്ചമുണ്ടാകുന്ന
ഒരു ഭാവമാണ് 6ാം ഭാവത്തിലെ ശനിയുടെ ഈ മീനൻ രാശിയിലെ സഞ്ചാരം. അങ്ങനെ ഒരു വലിയ മെച്ചം ഉണ്ടാകണമെന്ന് വരികിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനി ബലവാനായി ഇഷ്ടഭാവത്തിൽ തന്നെ നിൽക്കണം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ മെച്ചം ഉണ്ടാകത്തില്ല, അത്ര വലിയ മോശവും ആയിരിക്കത്തില്ല ശനി. ഇനി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പം വിശാഖം 4, അനിഴം കേട്ട ഇവരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം രാശിക്കാർക്ക് കണ്ടകശനിയായിരുന്നു. അതായത് 4ാം ഭാവത്തിലെ ശനി. 4ാം ഭാവത്തിൽ ശനി വരിക എന്ന് പറഞ്ഞാൽ വീട്, വാഹനം, അമ്മ, മാതാവിൻ്റെ ബന്ധുക്കാരെ, അമ്മാവനെ, അനന്തരവനെ ഇങ്ങനെയുള്ളവരെല്ലാം വരും. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ശനി 4ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ചില മാനസിക പ്രയാസങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടാകാം. ഒന്നിച്ച് കഴിഞ്ഞിരുന്നു ചിലപ്പം നല്ല കാര്യത്തിനായാലും മാറിപ്പോകുന്നതിൻ്റെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറ്റ് എവിടേക്കെങ്കിലും പോകുന്നതിൻ്റെ ഒരു വിഷമത വരാം. സാമ്പത്തികമായ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാം. കാരണം മക്കളുടെ പഠനത്തിനോ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിനോ വേണ്ടി സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ ചില വിഷമതകളും ചില തടസ്സങ്ങളും ഒക്കെ ഉണ്ടായി കാണാം. കാശുണ്ടെങ്കിലും അത് എങ്ങനെ സ്വരൂപിച്ച് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാം. അതുപോലെ മാതാവിന് ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ വരാം. അങ്ങനെയൊക്കെ 4ാം ഭാവത്തിൽ കഴിഞ്ഞിരുന്നവർ ഇനിയും 5ാം ഭാവത്തിലേക്ക് വരികയാണ്. 5ാം ഭാവം എന്ന് പറയുന്നത് അതും അത്ര നല്ല ഒരു ഭാവമല്ല, മീനൻ രാശിയാണ്. 5ാം ഭാവത്തിലേക്ക് വരുമ്പോഴും മാനസികമായ ഒരു പ്രയാസം നിങ്ങളിൽ നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം വരും. നമ്മുടെ മനസ്സ് പല വഴിയിലും വേണ്ടതും വേണ്ടാത്തതുമായ ആവശ്യങ്ങളിലും ചിന്തയിലും ഒക്കെ പോകും. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ശനി മോശവാനായിരിക്കണം. നല്ല ഭാവത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഈ 5ാം ഭാവത്തിൽ ശനി പോകുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി. വലിയ ദോഷങ്ങളോ അല്ലെങ്കിൽ അത്ര വലിയ മെച്ചമോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുമില്ല. ഇനി ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ധനുരാശിക്കാർക്ക് 3ാം ഭാവത്തിലായിരുന്നു ശനി സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതായത് മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ 1ാം പാദം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 3ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചത് മൂലക്ഷേത്രത്തിൽ കൂടിയാണ്. അപ്പോൾ അത് പരിസരവാസികളുമായിട്ടും അയൽവക്കത്തുള്ളവരുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും പൊതുവെ വളരെ നല്ല ഒരു മെച്ചപ്പെട്ട ഒരു അനുഭവം, അതായത് ചുറ്റുപാടുമുള്ളവരിൽ ഒരു നേതാവായി ഒന്ന് മുൻകൈയെടുത്ത് നിൽക്കാനും എല്ലാ കാര്യത്തിനും ഒരു പ്രധാനിയായിട്ടൊക്കെ നിൽക്കാനും ഒക്കെ സാധിച്ചു. സാമ്പത്തികമായോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും അറിയാതെ തന്നെ നന്നായി ഈ 2.5 വർഷക്കാലം ശനിയുടെ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോയി. ശനി അനുഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഈ ധനുരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം അനുകൂലമല്ലാത്തതിൻ്റെ ചില വിഷമതകളൊക്കെ ഉണ്ടായി കാണും. എന്നാൽ ജാതകത്തിൽ ശനി ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ടൊക്കെ നിന്നവരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിക്കാർക്ക് ഈ 3ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ച കാലം വളരെയേറെ ഗുണമുണ്ടായി കാണും. അത്ര മെച്ചമല്ലാതെയാണ് ശനി നിൽക്കുന്നതെങ്കിൽ വലിയ ഗുണവും ദോഷവും ഒന്നും ഉണ്ടായി കാണത്തുമില്ല. ഒരു മീഡിയം പരുവത്തിനൊക്കെ ഈ 3ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ച് മുന്നോട്ട് പോയി കാണും. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ ധനുരാശിക്കാർക്ക് ഇനി 4ാം ഭാവമായ കണ്ടകശനിയിലേക്കാണ് മാറുന്നത്. 4ാം ഭാവത്തിലേക്ക് ശനി മാറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ അത്ര വലിയ സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല. മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അരിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വീട്, വാഹനം, അമ്മയുടെ ബന്ധുക്കാരെ ഇവരുമായിട്ടൊക്കെ നല്ല ഒരു ചേർച്ചയും അല്ലെങ്കിൽ ഒരു യോജിപ്പും സന്തോഷവും ഒന്നും ഉണ്ടാകണമെന്നൊന്നുമില്ല. വാഹന സംബന്ധമായിട്ടൊക്കെ ചില നഷ്ടങ്ങളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വരാം. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. വരുന്ന 2.5 വർഷക്കാലം, കഴിഞ്ഞ 2.5 വർഷക്കാലം നന്നായി ജീവിച്ചവർ ഈ വരുന്ന 2.5 വർഷക്കാലം ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ് സൂചിപ്പിച്ചത്. മകരൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉത്തരാടത്തിൻ്റെ 2, 3, 4 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മകരം രാശി ജന്മരാശ്യാധിപനായിട്ട്, മകരൻ രാശിയുടെ അധിപനും ശനിയാണ്. ഈ ജന്മരാശ്യാധിപനായിട്ട് ശനി 2ാം ഭാവത്തിലാണ് നിന്നത്. 2ാം ഭാവം എന്ന് പറയുമ്പോൾ ധനപരമായ കാര്യങ്ങൾ, സംസാര രീതിയെ, കുടുംബം, അതുപോലെ വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടു പോകുന്ന ഒരു ഭാവമാണ് 2ാം ഭാവം. അപ്പം ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിലൊരു മന്ദത ഉണ്ടാകുക, വളരെയേറെ പുരോഗതിയിലൊന്നും മുന്നോട്ട് പോകത്തില്ല, പലതും വിചാരിച്ചതുപോലൊന്നും സാധിക്കത്തില്ല, സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവിക്കുക, പല ബുദ്ധിമുട്ടുകളും ഈ 2.5 വർഷക്കാലം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ആ ഒരു ചിലർ നിയന്ത്രണം വിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്നും വരും. അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ആ വിഷമം കൊണ്ടാണ്. 2ാം ഭാവം സാമ്പത്തികമായ പ്രയാസവും ബുദ്ധിപരമായ
വിഷയങ്ങളിലുള്ള കുഴപ്പങ്ങളും അതുപോലെ തന്നെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അല്പസ്വല്പം വഴക്കോ അല്ലെങ്കിൽ അകൽച്ചയോ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളോ അങ്ങനെ പലതും ഉണ്ടായി കാണും, ബന്ധുക്കളുമായിട്ടുമൊക്കെ. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ മാനസിക പ്രയാസങ്ങളും ടെൻഷനും സാമ്പത്തിക വിഷമതയും അതുപോലെ പലവിധ കാര്യങ്ങളിൽ ഇങ്ങനെ വിഷമം ഉണ്ടാകുമ്പോൾ ഈ സംസാര രീതിയിലും അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറ്റുള്ളവർക്ക് ഉണ്ടായി കാണും എന്നുള്ളതാണ്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം, മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി ശനി 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. മകരം, കുംഭം, മീനം. മീനം 3-ാം ഭാവം ആയതുകൊണ്ട് തന്നെ ശനി ഇനി ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്കാണ് മകരം രാശിക്കാർക്ക് ഇനി സഞ്ചരിക്കാൻ പോകുന്നത്. ഈ മകരം രാശിക്കാരുടെ ശനി ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഗുണവും നല്ല ഉയർച്ചയും ഈ വരുന്ന 2.5 വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ 3-4 പാദം, ചതയം, പൂരിട്ടാതിയുടെ 1, 2, 3 പാദങ്ങളാണ് കുംഭൻ രാശിക്കാർ. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ കുംഭൻ രാശിയിൽ തന്നെയാണ് ശനി നിന്നത്, മൂലക്ഷേത്രമാണെങ്കിലും. അപ്പം ജന്മരാശിയാധിപനായിട്ട് തന്നെയാണ് നിന്നത്. അപ്പോൾ ജന്മരാശി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലഗ്നം എന്ന് പറയുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ഗുണദോഷ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, നമ്മൾ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, ഇതെല്ലാം നമ്മുടെ ശാരീരികമായ വിഷമതകളും അതുപോലെ സുഖവും ദുഃഖവും എല്ലാം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ജന്മരാശിയിൽ വരും. അപ്പോൾ ശനി നിൽക്കുമ്പോൾ പലവിധ പ്രയാസങ്ങളും ആരോഗ്യ സംബന്ധമായ ചില ചെറിയ ബുദ്ധിമുട്ടുകളായാലും അത് ചിലപ്പോൾ വിഷമത ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ 100% ഗുണമൊന്നും ഉണ്ടാകും. അത് ഒരു അലസതയും ഒരു മന്ദതയും ഒരു സ്പീഡപ്പും ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലായിരിക്കാം ഈ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ കാര്യം. ഇനിയും 2-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 2-ാം ഭാവത്തിലേക്ക് വരുമ്പോഴെന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരും. സാമ്പത്തികം ഉദ്ദേശിച്ചതുപോലെ വരുമാനം ഉണ്ടാകുന്നില്ല, അതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നു. കുടുംബപരമായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നു. ബന്ധുക്കളുമായിട്ടൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വാക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുന്നു. അതാണ് 2-ാം ഭാവത്തിൽ ചില വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് സൂചിപ്പിച്ച. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നവരെ സംബന്ധിച്ച് 2-ാം ഭാവം വിദ്യയും കൂടിയാണ്. വിദ്യാഭ്യാസത്തിന് സാമ്പത്തികം ഒരു വിഷയമായിട്ട് തന്നെ വരാം. അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസത്തിനൊക്കെ ബുദ്ധിമുട്ട് വരാം. ഉന്നത വിദ്യാഭ്യാസം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ചിലപ്പോൾ അതിന് വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കുംഭൻ രാശിക്കാർക്ക് ഇനിയും 2.5 വർഷം വരാൻ പോകുന്നു. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ 4-ാം പാദം, ഉത്തരട്ടാതി, രേവതി. ഇവരെ സംബന്ധിച്ച് മീനൻ രാശിക്കാർക്ക് 7 ശനിയുടെ കാലമായിരുന്നു. 7 ശനിയുടെ 1-ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയാകാൻ പോകുന്നത്. എന്നിട്ട് 2-ാം ഘട്ടമായ 2.5 വർഷത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ കടക്കുമ്പോൾ 7 ശനിയും മീനൻ രാശിയിലേക്ക് ശനി മാറുമ്പോൾ മീനം രാശിക്കൂറുകാരായ ഈ പൂരിട്ടാതി, 4-ാം പാദം, ഉത്തരട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ജന്മരാശിയിൽ കൂടി ശനി വരുമ്പോൾ അത് കണ്ടക ശനിയും 7 ശനിയും കൂടി ചേർന്നുള്ള ഒരു ശനിയുടെ അവസ്ഥയിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ജാതകത്തിൽ ശനി മോശമായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ പലവിധ വിഷയങ്ങളുണ്ടാക്കാം, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാക്കാം, കാലിന് നടക്കാനുള്ള ബുദ്ധിമുട്ട്, മുട്ടിന് വേദന, വാദസംബന്ധമായ അസുഖങ്ങൾ, ഇങ്ങനെ പലവിധ വിഷയങ്ങൾ, സാമ്പത്തികമായ പ്രശ്നം, മാനസികമായ വിഷമതകൾ, ഇതെല്ലാം തന്നെ ശനി ഈ മീനൻ രാശിക്കാർക്ക് ഉണ്ടാകും എന്നതാണ്. കാരണം ശനി ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഒരുപാട് ഗുണമൊന്നും ശനി ചെയ്തില്ലെങ്കിലും അവർക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ അനുകൂലമല്ലാതെ നിൽക്കുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ സഞ്ചാരം ദോഷം തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ നേരത്തെ ദോഷം അനുഭവിച്ചുകൊണ്ടിരുന്നവർ അവരുടെ ദോഷം മാറുന്നു, നേരത്തെ ഗുണം നല്ല രീതിയിലുള്ള ഗുണം അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ആ ഗുണം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഈ 2 കൂട്ടർക്കും ഏതവസ്ഥയിലായാലും ദോഷപരിഹാരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ശനിക്ക് ഒരുപാട് കാശ് മുടക്കി പൂജ നടത്തിയതുകൊണ്ടൊന്നും ശനിയുടെ ദോഷം മാറും എന്ന് നമ്മളാണ് മാറ്റേണ്ടത്. നമ്മുടെ മനസ്സുകൊണ്ടാണ് അതിന് തയ്യാറെടുക്കേണ്ടത്. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ നീലയോ കറുപ്പോ വസ്ത്രം ധരിക്കുക. ചാരനിറമാകാം, നീലയോ കറുപ്പോ നിറമാകാം,
ബ്രൗൺ കളറാകാം. ഇങ്ങനെയൊക്കെയുള്ള നിറങ്ങൾ വസ്ത്രധാരണത്തിൽ ഉപയോഗിക്കുക. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ നീലയോ കറുപ്പോ ഉള്ള പേളുമാലകൾ, മുത്തുമാല കഴുത്തിലിട്ടുകൊണ്ട് നടക്കുക. ശനിക്ക് അതിനൊരു പരിഹാരം ഉണ്ടാകും. അതുപോലെ ശനി മോശമായിട്ട് നിൽക്കുന്നവരെ പ്രത്യേകിച്ച് പുതിയതായി ഒരു കാര്യങ്ങളും ആ ദിവസം തുടങ്ങാതിരിക്കുക. അതായത് കൂട്ടുകച്ചവടം, കൂട്ടുകൃഷിയെ അല്ലെങ്കിൽ പങ്കാളിത്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്, വിവാഹ സംബന്ധമായിട്ടോ വിദേശത്ത് പോകുന്നതിനോ ജോലി സംബന്ധമായിട്ടോ വിദ്യാഭ്യാസ സംബന്ധമായിട്ടോ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പൈസ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതിന്, ഏതെങ്കിലും യാത്ര പോകുന്നതിന്, ഇങ്ങനെയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ശനി ദോഷവാനായിട്ട് നിൽക്കുന്ന, മോശമായിട്ട് നിൽക്കുന്ന ജാതകക്കാർ ശനിയാഴ്ച ദിവസം തിരഞ്ഞെടുക്കാതിരിക്കുക. ഇപ്പോൾ ഒരു വിവാഹാലോചന വന്നു എന്ന് വിചാരിക്കുക. വന്നെങ്കിൽ ശനിയാഴ്ച ദിവസം വീട് കാണാൻ പോകാനോ അല്ലെങ്കിൽ പെൺകുട്ടിയെ പോയി കാണാനോ വിചാരിക്കാതിരിക്കുക, വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ ശനിയും സൂര്യനും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, സൂര്യപുത്രോ ദീർഘദേഹോ വിശാലാക്ഷ ശിവപ്രിയ മന്ദചാര പ്രസന്നാത്മ പീഡാം ഹരതുമേശ്വരി. ഇത് ശനിയുടെ ഒരു ശ്ലോകമാണ്. ഇതിനകത്തിൽ സൂര്യപുത്രോ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് സൂര്യൻ്റെ പുത്രനാണ് ശനി എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ സൂര്യൻ്റെ പുത്രനാണെങ്കിലും സൂര്യനും ശനിയും തമ്മിൽ പരസ്പരം ശത്രുക്കളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഈ ശനി ദോഷവാനായിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് 4-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലും ഒക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പിതാവുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അച്ഛൻ ഏതെങ്കിലും തരത്തിൽ ദോഷം അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഈ പറഞ്ഞതുപോലെ ദോഷഫലം കുറയ്ക്കാൻ നിങ്ങൾ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയും. അത് വ്രതം എല്ലാവരും അനുഷ്ഠിക്കാൻ പറയുമ്പോൾ ഇതിൽ പലർക്കും, ഈ കേൾക്കുന്ന പലർക്കും ഇതിനെ സംബന്ധിച്ച് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാകത്തില്ല. താല്പര്യമുള്ളവർ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ശനിയുടെ ദോഷം കുറയും. ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് കറുപ്പോ നീലയോ മുത്തുമാല, നമ്മുടെ ശബരിമലയൊക്കെ പോകുന്നവർ സാധാരണ കഴുത്തിൽ മാലയൊക്കെ ഇടുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു കറുത്ത മണിയുള്ള ഒരു മാല വെറുതെ കഴുത്തിലിടുക. എന്നിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോവുക. 1 രൂപയുടെ 5 രൂപയുടെ കർപ്പൂരം മേടിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച് തൊഴുക. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശാസ്താവിൻ്റെയും അതുപോലെ തന്നെ ശനിയുടെയും ദോഷപരിഹാരമായിട്ട് ഒരുപാട് ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ശ്ലോകം അല്ലെങ്കിൽ അഷ്ടോത്തര ശതനാമം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശനിയാഴ്ച ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, അത് ഏത് ബുക്ക് സ്റ്റാളിൽ പോയി അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയാലും അതിൻ്റെ പരിസരത്തൊക്കെ കാണും. 10-20 രൂപ കൊടുത്താൽ ഇത്തരം ബുക്കുകളൊക്കെ കിട്ടും. അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വാങ്ങിച്ച് നമ്മൾ ശനിയാഴ്ച ദിവസം ഒരു കുറച്ച് ദിവസം പറ്റുന്ന അത്രയും സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുക. ശനിയാഴ്ച രാവിലെ ഒരു വിളക്ക് കത്തിച്ച്, ഈ വിളക്ക് കത്തിക്കുന്നതിൽ ശനിയുടെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ശനിക്ക് ഏറ്റവും നല്ല പ്രാധാന്യം ഒരു തേങ്ങാമുറിക്കകത്തിൽ ഇച്ചിരി എള്ളിൻ്റെ എള്ളെണ്ണ ഒഴിച്ച് എള്ള് എടുത്തൊരു കിഴി കെട്ടി അതിനകത്ത് വെച്ച് ഒരു പ്ലേറ്റിൽ കുറച്ച് അരിയോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ എന്ന് പറയാൻ മറിഞ്ഞു പോകാതിരിക്കാൻ ഈ 2 മുറി തേങ്ങ വെച്ച് അത് ഒരു വിളക്കിൻ്റെ നിലവിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് ശനിയെയോ ശാസ്താവിനെയോ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലും ആ തീരുന്നവരെ, ആ എണ്ണ കത്തി തീരുന്നത് വരെ എത്ര സമയമുണ്ടോ അത്രയും സമയം. ഒരു പക്ഷേ ജോലിക്ക് പോകുന്നവരാണ്, 7 മണിക്ക് പോകുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ ഇത് തുടങ്ങണമെന്നല്ലേ ഉള്ളൂ. അപ്പം വിചാരിച്ചാൽ സാധിക്കും. ഇനി രാവിലെ പറ്റാത്തവരാണെങ്കിൽ വൈകുന്നേരം ചെയ്യുക. ഇങ്ങനെ നീരാജനം എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. നീരാഞ്ജനമല്ല, നീരാജനം, ഇങ്ങനെയും ആ പേര് പറയും. ഇത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ വിളക്ക് കത്തിക്കുമ്പോൾ, നിലവിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ നിലവിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് കിഴക്കോട്ടും പടിഞ്ഞാട്ടും 2 തിരിയിട്ട് അല്ലെങ്കിൽ 5 തിരി, 4 ദിക്കിലേക്കും ഒരെണ്ണം വടക്ക് കിഴക്കേ മൂലയിലേക്കും, അങ്ങനെ 5 തിരിയോ 2 തിരിയോ ഇട്ട് നിലവിളക്ക് കത്തിക്കുക. കത്തിച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഈ പറയുന്നത് പോലെ ഈ തേങ്ങ മുറിച്ച് എള്ള് കിഴി കെട്ടി കത്തിച്ച് നീരാജനമായി ഒരു പ്ലേറ്റിൽ വെച്ച് കത്തിക്കുന്നത്. പ്ലേറ്റിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നെല്ലോ അരിയോ ഇട്ട് അതിൻ്റെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഈ തേങ്ങയുടെ ചെവിടെ ഉറച്ചിരിക്കുകയും ചെയ്യും. അതൊരു നല്ല കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ കുറച്ച് നേരം ഇരുന്ന് നാമം ജപിക്കുക. ഈ നാമജപം കൊണ്ട് അത് ഒരുപാടുണ്ട്. പിന്നെ ശാസ്താവിൻ്റെ നാമം ജപിക്കാം, അതുപോലെ ശനിയുടെ നാമം ജപിക്കാം, അഷ്ടോത്തര നാമങ്ങൾ ജപിക്കാം, 108 നാമങ്ങൾ, ഏതാണോ നിങ്ങൾക്ക് സൗകര്യം. ഇങ്ങനെയല്ല, ഇതൊന്നും നമുക്ക് വലിയ ചിലവുള്ള കാര്യമല്ല. ചിലരെ സംബന്ധിച്ച് ഇതൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾക്കിതിനൊന്നും സമയമില്ല, കുറച്ച് പൈസ ചിലവാക്കി എന്തെങ്കിലും ചെയ്താൽ അതിനൊന്നും ഒരു കാര്യമില്ല. എനിക്ക് പിന്നെ വൈറൽ പനി വന്നാൽ
എൻ്റെ വീട്ടിൽ ആരെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ അതങ്ങ് മാറും എന്ന വിശ്വാസമൊന്നും വേണ്ട. അവരവർ തന്നെ കുറഞ്ഞ സമയത്തായാലും ഉള്ള സമയത്ത് അവരുടെ ദോഷം മാറും. അവർക്കാണ് ദോഷം. അവർക്ക് ദോഷം വരുമ്പോൾ ആ കുടുംബത്തിലുള്ളവർക്കും ദോഷം വരാമല്ലോ. അവരെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവർക്കും അത്തരത്തിൽ നല്ല അനുഭവമൊന്നും ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെ നമ്മുടെ ദോഷഫലം നമ്മൾ കുറയ്ക്കുക. അതിനുവേണ്ടി ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും കറുത്ത ചരട്, അത് ഒരു ഫാഷനായിട്ട് ഇങ്ങനെ കെട്ടി കഴുത്തേലിട്ടുകൊണ്ട് നടക്കുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർക്കായാലും അതൊരു ഫാഷനാണെന്ന് വിചാരിക്കുകയും ചെയ്യും. ശനിയുടെ ദോഷം കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കറുപ്പ് നീല ഈ രണ്ട് നിറങ്ങൾക്ക് ഇതിന് ഒരു പവറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ശിവൻ്റെ ക്ഷേത്രത്തിൽ ഞായറാഴ്ച ശനിയാഴ്ചയോ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ, കാരണം സൂര്യപുത്രനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അച്ഛനോടും പറയാം മകൻ്റെ ദോഷത്തെ കുറയ്ക്കാൻ. അവർ ശത്രുതയാകാൻ കാരണം ശത്രുക്കളായിട്ട് ഈ രണ്ട് ഗ്രഹങ്ങളെ പരസ്പരം ശത്രുവായിട്ട് തന്നെ അസ്ട്രോളജിയിൽ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെ. നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതും അങ്ങനെയാണ്. രക്ഷകർത്താക്കളെ വകവെക്കാത്ത മക്കളാണ്. മക്കളും രക്ഷകർത്താക്കളും തമ്മിലുള്ള ബന്ധവും ഇപ്പം ആ രീതിയിലാണ്. കാരണം അവരെ നമുക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ബുധൻ നീചരാശിയിൽ മോശമായ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണല്ലോ നമ്മുടെ പത്രമാധ്യമങ്ങളും ടി വി തുറന്നാലും എല്ലാം തന്നെ കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കേൾക്കാൻ അറയ്ക്കുന്നതും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ശനിയുടെ രാശിമാറ്റം മൂലം കുട്ടികൾ വഴിതെറ്റി പോകും എന്നൊന്നുമുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. നമ്മുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുക, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഐശ്വര്യം ഉണ്ടാകുക, അതിന് നമ്മൾ ശ്രമിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഈ നാമജപം തന്നെയാണ്. അതിന് മോശമായിട്ടിപ്പം ആദിത്യൻ മോശമായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, സൂര്യൻ മോശമായിട്ടാണ്, സൂര്യദശയാണെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും നല്ലത്. വാരാധിപൻ എന്ന് പറയുന്നത് ആ ആഴ്ചയുടെ അധിപൻ ഓരോ ഗ്രഹത്തിൻ്റെ പേരിലാണ് ഓരോ ദിവസത്തിന് പേരിട്ടിരിക്കുന്നത്. ആ ദിവസത്തിന് ആ അധിപനാണ് ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ടാണ് ശനിയാഴ്ച ശനിക്ക് വേണ്ടി പറയണം, പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ സൂര്യദശ ഉള്ളവരും സൂര്യൻ മോശമായിട്ടിരിക്കുന്നവരുമൊക്കെ ഞായറാഴ്ച ദിവസം ശിവനെ പ്രാർത്ഥിക്കുക, ശിവനെ ആരാധിക്കുക. അതുപോലെ ചൊവ്വയുടെ പ്രശ്നമുള്ളവർ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിയെയോ സുബ്രഹ്മണ്യനെയോ ആരാധിക്കുക. ബുധനും വ്യാഴവും ഒക്കെ മോശമായിട്ടുള്ളവർ വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അവതാരങ്ങളെയും ഒക്കെ നാമം ജപത്തിലൂടെ അതിൻ്റെ പവർ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ശരീരത്തിൽ അതിന് വേണ്ടുന്ന ഊർജം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈശ്വരാധീനം മൂലം പലതും നമ്മുടെ മോശമായ അവസ്ഥയ്ക്ക് മാറ്റം വരാനും നമുക്ക് രക്ഷപ്പെടാനും ഒക്കെ കഴിയും. ഇതുകൊണ്ടാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചതും ശനിക്ക് വേണ്ടി നമ്മൾ മോശമായ അവസ്ഥയിൽ ശനിയുടെ ദോഷം മാറുന്നതിന് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിന് ഏത് ജാതിക്കാരായാലും ഏത് മതക്കാരായാലും അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഡ്രസ്സ് ധരിക്കുന്നതിന്, ഇപ്പം നീലയോ കറുപ്പോ ധരിക്കുന്നതിന് ജാതി മതമൊന്നുമില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും ധരിക്കാം. അതുപോലെ തന്നെ ഈ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നതിനോ അല്ലെന്ന് വരികിൽ ഒരു കറുത്തയായിട്ട് കെട്ടുന്നതിനോ ഇതിനൊന്നും ജാതി മതമൊന്നുമില്ല, ആർക്കും ജപിക്കും. പിന്നെ അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുക, അത് ഏറ്റവും വലിയ കാര്യമാണ്. പിന്നെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവർക്കും അങ്ങനെ ജീവിക്കാൻ താല്പര്യമുള്ളവർക്കുമൊക്കെയാണ് ഈ നീരാജനം എന്ന് പറയുന്നത്. ആര് ചെയ്താലും നല്ല, കാരണം തേങ്ങാമുറിക്കകത്ത് ജാതി മതമൊന്നുമില്ല, എള്ളിനകത്തും ജാതി മതമൊന്നുമില്ല, എള്ളെണ്ണയ്ക്കും ജാതി മതമൊന്നുമില്ല. ഇത് ഒഴിച്ച് കത്തിച്ചിട്ട് ഇത് നമ്മുടെ ആചാരപ്രകാരം നമ്മുടെ രാജ്യത്ത് തന്നെ ഉടലെടുത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ഹിന്ദു വിശ്വാസപ്രകാരം ശാസ്താവിനെ ആരാധിക്കുകയും ശിവനെ പൂജിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഭദ്രകാളിയെ, ഈ ഓരോ ഗ്രഹത്തിൻ്റെയും ദോഷഫലം കുറയ്ക്കാം. എന്നാൽ മറ്റുള്ളവർക്ക് അവരുടേതായ നാമം ജപിക്കാം. പക്ഷേ ഒരു നീരാജനം കത്തിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെ നമ്മുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.